ഹലോ ക്രിമിറ്റ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചാണ്. തങ്ങളുടെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് അക്ഷർ പട്ടേലിൻ്റെ കീഴിൽ 19 സീസൺ കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിച്ചില്ല. ആകെ 14 മത്സരങ്ങളിൽ 7 മത്സരങ്ങളിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. 5ാം സ്ഥാനത്തായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ സീസൺ ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് പൊളിച്ചുപണികളൊക്കെ നടത്തി നല്ലൊരു സെറ്റ് ടീമായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് വരുന്നത്. ബോളിംഗ് ലൈനപ്പിന് കുറച്ചുകൂടി ഡെപ്ത് നൽകിയിട്ടുള്ളൊരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ ഈ ചാനലൊന്ന് തുടർന്ന് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിഷയം. ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ സീസണിൽ നിന്ന് ഒഴിവാക്കിയ ഒരു മെയിൻ പ്രധാന താരമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ബാറ്ററായ ഫാഫ് ഡു പ്ലസിസ്. ബാംഗ്ലൂരിൽ നിന്ന് അതിന് മുമ്പുള്ള സീസണിൽ തൂക്കിയാണ് ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ സീസണിൽ ടീമിലെത്തിച്ചത്. ആ ഫാഫ് ഡു പ്ലസിനെ ഈ സീസണിൽ വേറെ ആരും ടീമിലെടുത്തിട്ടില്ല. ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പിന്നാലെ തന്നെ ഓസ്ട്രേലിയൻ ബാറ്ററായ ജേക്ക് ഫ്രേസർ മക്കർക്ക്, അത്യാവശ്യം ഓപ്പണിങ്ങിൽ ഒരു എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാനാണ്. ജേക്ക് ഫ്രേസർ മക്കർക്കിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ഡൊനാമിൻ ഫെരേര, സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറായ ഡൊനാമിൻ ഫെരേരനെ രാജസ്ഥാൻ റോയൽസിലേക്ക് ട്രേഡ് ചെയ്യാനുണ്ടായത്. പിന്നെ സിദ്ദിഖുള്ള അഡാൽ, മനവന്ത് കുമാർ, മോഹിത് ശർമ്മ പേസർ. മോഹിത് ശർമ്മ നമുക്കറിയാം, ചെന്നൈയിലൊക്കെ കളിച്ചിട്ടുള്ള മോഹിത് ശർമ്മേനെ ഇപ്രാവശ്യം ഒഴിവാക്കിയെന്നുണ്ടായത്. അതുപോലെ ദർശൻ നൽകണ്ടേ എന്നിവരെയാണ് DC കഴിഞ്ഞ സീസണിൽ നിന്നും ഒഴിവാക്കിയ താരങ്ങൾ. പിന്നെ DC ഇപ്രാവശ്യം 2026 സീസണിലേക്ക് ടീമിലെത്തിച്ച താരങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ദക്ഷിണാഫ്രിക്കൻ ഫിനിഷറായ ഡേവിഡ് മില്ലറിനെ 2 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ചിട്ടുണ്ട്. അതുപോലെ ബെൻഡക്കിനെ 2 കോടിക്ക് ടീമിലെത്തിച്ചെങ്കിലും റീസെൻ്റ്ലി അദ്ദേഹം IPL നിന്ന് റിലീവ് ചെയ്യാനുണ്ടായത്. കാരണം ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് വേണ്ടി കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ IPL നിന്നും റിലീവ് ചെയ്താണ് ബെൻഡക്കറ്റ് പോകുന്നത്. അപ്പോൾ ബെൻഡക്കറ്റിന് കുറച്ച് ഒരു 3 വർഷത്തെ വിലക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനമായിപ്പോയി. അത് അത്യാവശ്യം നല്ല രീതിയിൽ ബെൻഡക്കിന് അത്യാവശ്യം നല്ലൊരു ബാറ്ററാണ്. ഓപ്പണിംഗ് ഇറങ്ങി പൊളിക്കാനുള്ളൊരു സ്കില്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു തെറ്റടിയാണ് ഡൽഹി ക്യാപിറ്റൽസിന്. പിന്നെ അത് ആക്കിബ് നബീദർ, ജമ്മു കാശ്മീരിൻ്റെ രഞ്ജി ട്രോഫിക്ക് വേണ്ടി നല്ല പ്രകടനം പുറത്തുള്ള ആക്യൂബ് നബീദറിനെ 8.4 കോടി രൂപയ്ക്കാണ്. ഒരു എക്സ്പെൻസീവ് ബൈ തന്നെയാണ്. പക്ഷേ രഞ്ജിയിലൊക്കെ അത്യാവശ്യം നല്ല ഓൾറൗണ്ടർ പ്രകടനമാണ് ഈ നബീദറിൻ്റെ ഭാഗത്തുനിന്നും കണ്ടത്. ആ ഒരു പെർഫോമൻസാണ് ഡൽഹി ഇത്രയും ഒരു വാല്യൂ കൊടുത്ത് ടീമിലെത്തിക്കാൻ സാധിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ CSKയിൽ നമ്മൾ കണ്ടു പ്രശാന്ത് വീറിനെയും അതുപോലെ കാർത്തിക് ശർമ്മേനെയും 14 കോടിക്ക് വിളിച്ചെടുത്തത്. അപ്പോൾ അതിന് ശേഷം ഒരു അൺക്യാപ്ഡ് പ്ലെയേഴ്സിന് കിട്ടുന്ന നല്ലൊരു തുകയാണ് ഈ ഒരു എമൗണ്ട്. പിന്നാലെ ശ്രീലങ്കൻ ബാറ്ററായ പാത്തുനിസിനെ ടീമിലെത്തിച്ചിട്ടുണ്ട്. ലുങ്കിയങ്കിടി, സൗത്ത് ആഫ്രിക്കൻ ബോളറായ ലുങ്കിയങ്കിടിനെ 2 കോടി രൂപയ്ക്കും, കൈൽ ജാമിസനെ ന്യൂസിലാൻഡ് പേസർ കൈൽ ജാമിസനെ 2 കോടി രൂപയ്ക്കും ടീമിലെത്തിച്ചിട്ടുണ്ട്. പിന്നാലെ പൃഥ്വിഷാനെ 75 ലക്ഷം രൂപയ്ക്ക്. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഫുൾ സ്കോർ നോക്കുകയാണെങ്കിൽ കരുൺ നായർ കുഴപ്പമില്ല, അത്യാവശ്യം ബാറ്റിംഗ് ഒക്കെ ഉള്ളു. പക്ഷേ കഴിഞ്ഞ സീസൺ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര നല്ല പ്രകടനമായിരുന്നില്ല. പിന്നെ നിതീഷ് റാണ, സമീർ ശ്രീർ, ഡേവിഡ് മില്ലർ, പാത്തുനിസിംഗ, സഹിൽ പ്രകാശ്, പൃഥ്വിഷ എന്നിവരാണ് ഇവരുടെ DCയുടെ ബാറ്റർമാരായിട്ട് വരുന്നത്. ഓൾറൗണ്ടേഴ്സായിട്ട് അശുതോഷ് ശർമ്മയുണ്ട്, അക്സർ പട്ടേലാണ് ക്യാപ്റ്റൻ. അജയ് ജാദവ് മണ്ഡലുണ്ട്, മാധവ് തിവാരി, ത്രിപൂർണ വിജയ്, ആക്യൂബ് നബീദാർ, എക്സ്പെൻസീവ് ബൈ ആക്യൂബ് നബീദാർ ഉണ്ട്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് വരുന്നത് KL രാഹുൽ, പിന്നെ അഭിഷേക് പോളുണ്ട്, ദക്ഷിണാഫ്രിക്കൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവരാണ് വിക്കറ്റ് കീപ്പേഴ്സായിട്ട് വരുന്നത്. ബൗളേഴ്സ് ദുഷ്മൻ ചമേരിയുണ്ട്, കുൽദീപ് യാദവ് ഉണ്ട്, മുകേഷ് കുമാർ, T നടരാജൻ, വിബ്രാജ് നിഗം, മിച്ചൽ സ്റ്റാർക്ക്, ലുങ്കിയങ്കിടി, കൈൽ ജാമിസൺ എന്നിവരാണ് DCയുടെ ബോളേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബോളിങ്ങിൽ നല്ലൊരു ഡെപ്തുള്ളൊരു ടീം തന്നെയാണ്. ബോളിംഗ് കുറച്ചുകൂടി ഇവരുടെ ബെറ്ററാണ്. ബാറ്റിങ്ങിനേക്കാളും അപേക്ഷിച്ച് ബോളിങ്ങിൽ കുറച്ചുകൂടി നല്ലൊരു ഇത് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ജാമിസൺ ഉണ്ട്, സ്റ്റാർക്ക് ഉണ്ട്, ലുങ്കിയങ്കിടി ഉണ്ട്, ചമീര അത്യാവശ്യം പോലെ. പിന്നെ ഇന്ത്യൻ ബോളേഴ്സായ കുൽദീപ് യാദവ്, മുകേഷ് കുമാർ നല്ല കൊള്ളാവുന്നൊരു ബോളിംഗ് ലൈനപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സെറ്റായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് 19 സീസൺ നടന്നത്.
അവർക്ക് തങ്ങളുടെ കന്നിക്കിരീടം സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ അടുത്തൊരു ടീമിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.